നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യുക ആ ഫിഗർ. എന്നിട്ട് അതിൻ്റെ ഫർദർ എന്തെങ്കിലും ആക്സിലേഷൻ ഡയഗ്രാം ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഓക്കെ ഓക്കെ സാർ. വോയിസ് ബ്രേക്ക് ആണ്. ഓക്കെ നമുക്ക് ഇപ്പം ഓക്കെ ബ്രേക്ക് സാർ. ആവുന്നുണ്ടോ? ഇല്ല സാർ, ബ്രേക്ക് ആവുന്നില്ല. ഓക്കെ, നമുക്ക് ചെറിയൊരു ടോപ്പിക് സെക്കൻഡ് മോഡ്യൂളിൽ ബാക്കിയുണ്ട്. അത് ക്യാംസ് ആൻഡ് ഫോളോവേഴ്സ് ആണ്. സിമ്പിൾ ടോപ്പിക്കാണ്, പ്യുവർ തിയറിയാണ്. ഈ ക്യാമും ഫോളോവർ റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽസ് മൊഡ്യൂൾ 3ൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് വരിക. സോ നമുക്ക് അതിൻ്റെ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. സിമ്പിൾ ടോപ്പിക്കാണ്. ക്യാം എന്താണ്, ഫോളോവർ എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് എന്താണ്, ഇത് മാത്രമേ ഈ മൊഡ്യൂളിൽ ക്യാം ഫോളോവർ റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുള്ളൂ. ഓക്കെ, ഞാൻ സ്ക്രീൻ പ്രസൻറ്റ് ചെയ്യാം. എല്ലാവരും കാണുന്നുണ്ടോ സ്ക്രീന്? ആ സാർ, കാണുന്നു. ക്യാം ആൻഡ് ഫോളോവർ ആണ് ടോപ്പിക്ക്. അപ്പം കാണുന്നില്ല എല്ലാവരും? സാർ, എന്താണ് ഒരു ക്യാം ആൻഡ് ഫോളോവർ എന്ന് പറഞ്ഞാൽ? ക്യാം എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് എ ക്യാം? എന്താണ് ക്യാം എന്ന് പറഞ്ഞാൽ? സിമ്പിൾ ഡെഫിനിഷൻസ് ആണ് അതിൻ്റെ. ഡെഫിനിഷൻ ഒന്നും ചോദിക്കില്ല. വാട്ട് ഈസ് എ ക്യാം, ഡിഫൈൻ എ ക്യാം, അതൊന്നും നിങ്ങളോട് ചോദിക്കില്ല. ദിസ് ഈസ് ജസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ്. Cams are used to convert rotary motion to oscillatory motion or oscillatory motion to rotary motion. Okay. ഈ ഓസിലേറ്ററി മോഷൻ എന്ന് പറഞ്ഞാൽ ടിപ്പിക്കൽ ഓസിലേഷൻ എന്നത് മാത്രമല്ല, ഓസിലേഷൻസ് ആർ ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ്. എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് കൈൻഡ്സ് എന്നുള്ള വീൽ ഡെഫിനറ്റ്ലി ലുക്ക് ഇൻ ടു. സോ ഇൻ സിമ്പിൾ വേർഡ്സ്, ഇഫ് യു വാണ്ട് ടു ഡിഫൈൻ ക്യാം, എന്താണ് ഒരു ക്യാം എന്ന് ചോദിച്ചാൽ പറയേണ്ടെങ്കിൽ, ഇറ്റ് ഈസ് സിംപ്ലി എ ഡിവൈസ്, എ മെക്കാനിക്കൽ ഡിവൈസ് യൂസ് ടു കൺവേർട്ട് വാട്ട് മോഷനെ കൺവേർട്ട് ചെയ്യാനാണ്, അല്ലെ, നേച്ചർ ഓഫ് മോഷനെ കൺവേർട്ട് ചെയ്യാൻ. സോറി, റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു മോഷനെ ഓസിലേറ്ററി ആയിട്ടുള്ള മോഷനെ കൺവേർട്ട് ചെയ്യാനുള്ള ഒരു സിമ്പിൾ മെക്കാനിക്കൽ ഡിവൈസ് ആണ് ക്യാം. ഏറ്റവും കൂടുതൽ ക്യാമിന്റെ അപ്ലിക്കേഷൻ ദാറ്റ് യു മസ്റ്റ് ഹാവ് കം അക്രോസ് വൈൽ സ്റ്റഡിങ് യുവർ കൺവെൻഷണൽ തിയറി സബ്ജക്ട്സ് ആസ് വെൽ ആസ് വൈൽ യു ആർ പെർഫോമിംഗ് ഡിഫറെന്റ് ടാസ്ക്സ് ഇൻ യുവർ മെക്കാനിക്കൽ ലാബ്സ്. ഏറ്റവും കൂടുതൽ നിങ്ങൾ കാണുന്ന ഒരു മെഷീനറി എന്ന് പറഞ്ഞാൽ ഇന്റേണൽ കമ്പഷൻ എഞ്ചിനാണ്. ഈ ഇന്റേണൽ കമ്പഷൻ എഞ്ചിന്റെ ഉള്ളിൽ ക്യാംസ് ഉണ്ട്. ക്യാം ആൻഡ് ഫോളോവർ മെക്കാനിസം എക്സ്ക്ലൂസീവായിട്ട് വി ആർ യൂസിങ്. അത് മോസ്റ്റ് പ്രോബ്ലി ലാബ് ചെയ്യുന്ന സമയത്തോ കൺവെൻഷണൽ തിയറി സബ്ജക്ട്സ് പഠിക്കുന്ന സമയത്തോ യു മൈറ്റ് നോട്ട് ബി സീയിങ് ഇറ്റ് വിത്ത് യുവർ നേക്കഡ് ഐ, ബിക്കോസ് ഇറ്റ് കംസ് വിത്തിൻ ദ മെഷീനറി. ലാർജ്ലി വെൻ യു സ്റ്റഡി ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ, നിങ്ങൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് എന്താണ്? ദ ഡിഫറെൻറ്റ് പ്രോസസ്സസ് ഹാപ്പണിങ് ആണ്, അല്ലേ? എന്താ പറയുക, ഏതൊക്കെ 4 സ്ട്രോക്ക് എഞ്ചിൻ ആണെങ്കിൽ എങ്ങനെ, 2 സ്ട്രോക്ക് എഞ്ചിൻ ആണെങ്കിൽ എങ്ങനെ, അതിൻ്റെ പ്രോസസ്സിനെ പറ്റിയാണ് നിങ്ങൾ കൂടുതലും പഠിക്കുന്നത്. ബട്ട് ഇൻ എവറി പ്രോസസ് ദാറ്റ് യു സ്റ്റഡി വിത്തിൻ യുവർ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ, നിങ്ങൾ പ്രധാനപ്പെട്ട് എഴുതുന്ന 2-3 സെന്റൻസ് ഉണ്ട്, അല്ലേ? ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇഫ് യു ടേക്ക് ദ കേസ് ഓഫ് എ 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ, അതിൻ്റെ ഫസ്റ്റ് സ്ട്രോക്ക് എന്താ? ഇൻലെറ്റ് സ്ട്രോക്ക് ആണല്ലേ. ഈ ഇൻലെറ്റ് സ്ട്രോക്കിൽ ഇൻടേക്ക് ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? പെട്രോൾ എഞ്ചിൻ, ഒരു പെട്രോൾ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ SI എഞ്ചിനാണ് പറയുന്നതെങ്കിൽ അതിലെന്താണ് ഇൻടേക്ക് വരുന്നത്? ഫസ്റ്റ് ഇൻടേക്ക് ഇൻലെറ്റ് സ്ട്രോക്കിൽ എന്തൊക്കെയാണ് വരുന്നത്? കംപ്രസ്ഡ് എയർ ആൻഡ് പെട്രോൾ. വെരി ഗുഡ്. ഫ്യൂവൽ എയർ മിക്സ്ചർ ആണ് വരുന്നത്, അല്ലേ? സോ ഫ്യൂവൽ എയർ മിക്സ്ചർ കമ്പഷൻ എഞ്ചിന്റെ ഉള്ളിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ത്രൂ ആൻ ഇൻലെറ്റ് വാൾവ് ആണ്, അല്ലേ? സോ നമ്മുടെ ഫസ്റ്റ് സ്ട്രോക്ക്, അതായത് ഇൻലെറ്റ് സ്ട്രോക്കിന്റെ ഉള്ളിൽ നിങ്ങൾ ആദ്യം എഴുതുമ്പോഴെഴുതുന്നതായിരിക്കും ദ ഇൻലെറ്റ് വാൾവ് ഓപ്പൺസ്, എയർ ഫ്യൂവൽ മിക്സ്ചർ എൻറ്റേഴ്സ് ദി സിലിണ്ടർ എന്നായിരിക്കും എഴുതുക. ഹൗ ഡസ് ദി ഇൻലെറ്റ് വാൾവ് ഓപ്പൺ? അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല. സോ ഇന്റേണൽ കമ്പഷൻ എഞ്ചിനിൽ ദി എക്സ്ക്ലൂസീവ് യൂസേജ് ഓഫ് ക്യാം ആൻഡ് ഫോളോവർ മെക്കാനിസം occurs within the reach of this inlet and outlet valves. ഇതിന്റെ എന്താ പറയുക, മൂവ്മെന്റിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാം ആൻഡ് ഫോളോവർ മെക്കാനിസം എക്സ്ക്ലൂസീവായി യൂസ് ചെയ്യുന്നത്. ഓക്കെ, നോക്ക്, യു ക്യാൻ സി ആൻ IC എഞ്ചിൻ. ആ IC എഞ്ചിനെ റിലേറ്റ് ചെയ്ത ക്യാം ഷാഫ്റ്റ് മെക്കാനിസം ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. കളേർഡ് ഫിഗർ നോക്കുക. കളേർഡ് ഫിഗറിൽ നിങ്ങൾ റെഡ് കളറിൽ കാണുന്നത് എന്താണ്? ക്രാങ്ക് ആണ്. റെഡ് കളറിൽ കാണുന്ന ക്രാങ്ക് ആണ്.
ക്രാങ്കുമായി കണക്ട് ചെയ്തിട്ടുള്ള ആ ലൈറ്റ് ഗ്രീൻ സാധനം, അതാ വയലറ്റിന്റെ ഇടയിൽ വരുന്ന ലൈറ്റ് ഗ്രീൻ സാധനം എന്താണ്? ദാറ്റ് ഇസ് ദ പിസ്റ്റൺ അല്ലേ? ആ വയലറ്റ് സാധനം എന്താണ്? സോറി, അത് കണക്ടിങ് റോഡ്. ആ വയലറ്റ് സാധനം എന്താ? അത് പിസ്റ്റൺ ആണ്. ക്രാങ്ക്, കണക്ടിങ് റോഡ്, പിസ്റ്റൺ. ഇത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? കാണുന്നുണ്ടോ നിങ്ങളതിൽ? ആ സാർ. ഓക്കെ. ക്രാങ്കിന്റെ മിഡിലൂടെ പോകുന്ന ആ ബ്ലാക്ക് അല്ലെങ്കിൽ ഡാർക്ക് കളർ റോഡാണ് ആക്ച്വലി ക്രാങ്ക് ഷാഫ്റ്റ് അല്ലേ? ഈ ക്രാങ്ക് ഷാഫ്റ്റിന്റെ അപ്പുറത്തെ എൻഡിൽ കണ്ട ഒരു ബ്ലാക്ക് ടയർ പോലത്തെ സാധനം, അതിൽ നിന്നൊരു ബെൽറ്റ് മെക്കാനിസം യൂസ് ചെയ്തിട്ട് ഇപ്പുറത്ത് ഒരു ഓറഞ്ച് കളർ ബിഗർ റൗണ്ട് ഉണ്ട്. ആ റൗണ്ടിലേക്ക് ഒരു ബെൽറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട് ഇല്ലേ? ആ റൗണ്ടിൽ നിന്ന് ഒരു ഷാഫ്റ്റ് പുറത്തേക്ക് വരുന്നു. ആ ഡിസ്കിൽ നിന്ന് ഒരു ഷാഫ്റ്റ് ഇറ്റ് ഈസ് പ്രൊജക്ടിങ് ഔട്ട്വേർഡ്സ് ആൻഡ് ഓൺ ടു ദ ഡിസ്ക് ഒരു ഡാർക്ക് ഗ്രീൻ ആൻഡ് ലൈറ്റ് ഗ്രീൻ ഒബ്ജക്ട്സ് കാണുന്നുണ്ടോ? അതാണ് ക്യാം ആൻഡ് ഫോളോവർ. മനസ്സിലാവുന്നുണ്ടോ? ആ ഡാർക്ക് ഗ്രീൻ സാധനമാണ് ക്യാം എന്ന് പറയുന്നത്. അതിന്റെ മേലെയുള്ള ലൈറ്റ് ഗ്രീൻ സാധനമാണ് ഫോളോവർ. സോ വൈൽ the crankshaft, a dark rod, when that rotates, that motion gets transmitted onto that orange disc and projected shaft. ആ ഓറഞ്ച് ഡിസ്ക് എന്ന് പ്രൊജക്ട് ചെയ്ത ഷാഫ്റ്റ് നമ്മൾ ക്യാം ഷാഫ്റ്റ് എന്ന് വിളിക്കും. ഓൺ ടു ദ ക്യാം ഷാഫ്റ്റ് ദ ക്യാം വിൽ ബി മൗണ്ടഡ്. ക്യാമുമായി കണക്ട് ചെയ്തിട്ടാണ് ആ ലൈറ്റ് ഗ്രീൻ ഫോളോവർ ഉണ്ടാവുക. സോ വൈൽ ദ ക്യാം ഷാഫ്റ്റ് റൊട്ടേറ്റ്, ദ ക്യാം റൊട്ടേറ്റ്സ് അലോങ് വിത്ത് ഇറ്റ്. And by the rotation of the cam, the motion is taken up by the follower. ആ ഫോളോവർ ലൈറ്റ് ഗ്രീൻ സാധനത്തിന്റെ മേലെ കണ്ട ഒരു ബ്ലൂയിഷ് റോഡ് മേലെ ടോപ്പിൽ ഒരു ഡിസ്കും കണ്ട, അതാണ് നിങ്ങളുടെ ആക്ച്വലി ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് വാൾവ് എന്ന് പറഞ്ഞാൽ. സോ വൈൽ ദ ക്യാം റൊട്ടേറ്റ്സ്, ദ മോഷൻ ടേക്കൺ അപ്പ് ബൈ ദ ഫോളോവർ ഗെറ്റ്സ് ട്രാൻസ്മിറ്റഡ് ടു ദ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് വാൾവ്. സോ ആ ഒരു മെക്കാനിസത്തിന്റെ ബേസിലാണ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ എക്സോസ്റ്റ് വാൾവ് സംഭവിക്കുന്നത്. സോ എക്സ്ക്ലൂസീവായിട്ട് നമുക്ക് ക്യാം ഫോളോവർ മെക്കാനിസത്തിന്റെ യൂസേജ് മനസ്സിലാവണം, ഇല്ല അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടൊരു ആപ്ലിക്കേഷൻ പറയണമെങ്കിൽ ഇറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി യൂസ്ഡ് വിത്തിൻ ദി ഇന്റേണൽ കമ്പഷൻ എൻജിൻ. മനസ്സിലാവുന്നുണ്ടോ? ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാം മെക്കാനിസം ഉണ്ട്. ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. ദിസ് ഇസ് നോട്ട് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ് മനസ്സിലാക്കാൻ. ബേസ്ഡ് ഓൺ ദ മോഡ്സ് ഓഫ് ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് മോഷൻ. റൊട്ടേറ്റ് ചെയ്യുന്ന ക്യാം ഉണ്ടാവും, അതിൻ്റെ കൂടെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നൊരു ഫോളോവർ വെച്ചിട്ടുണ്ടാവും. ഈ ഫിഗറിൽ കാണുന്നത് റൊട്ടേറ്റ് ചെയ്യുന്ന ക്യാമും അതിൻ്റെ കൂടെ വെച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഫോളോവർ. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ റെസിപ്രൊക്കേഷൻ ആണ്, മേലോട്ടും താഴോട്ടും മേലോട്ടും താഴോട്ടും. സെക്കൻഡ് വൺ റൊട്ടേറ്റിംഗ് ക്യാം ആൻഡ് ഓസിലേറ്റിംഗ് ഫോളോവർ. അതിന്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു. ക്യാം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും, റൊട്ടേറ്റ് ചെയ്യുന്നതിലൂടെ ട്രാൻസ്ലേറ്റ് ചെയ്യാതെ ഓസിലേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഫോളോവർ ഉണ്ടാവും. തേർഡ് വൺ ട്രാൻസ്ലേറ്റിംഗ് ക്യാം ട്രാൻസ്ലേറ്റിംഗ് ഫോളോവർ റെയർ ആണ്. ഇത് ജസ്റ്റ് ഫോർ ഒരു ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. റൊട്ടേറ്റിംഗ് ക്യാം ട്രാൻസ്ലേറ്റിംഗ് ഫോളോവർ. ആ വയലറ്റ് കളർ സാധനമാണ് ക്യാം. ആ ക്യാം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആലോചിച്ച് നോക്കിയാൽ ഫോളോവർ എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുക എന്നുള്ളത്. ആ ക്യാമിന്റെ സർഫസിലൂടെ മൂവ് ചെയ്യില്ലേ അല്ലേ? ക്യാമിന്റെ നടുക്കുള്ള ഡാർക്ക് സാധനമാണ് ക്യാം ഷാഫ്റ്റ്. സോ എബൌട്ട് ദ ക്യാം ഷാഫ്റ്റ് ആയിരിക്കും ക്യാം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുക. റൊട്ടേറ്റിംഗ് ആൻഡ് ഓസിലേറ്റിംഗ് ഫോളോവർ നോക്ക്. ബിഗർ സർക്കിൾ ആണ് എന്തെന്ന് ക്യാം. ക്യാമിന്റെ സെന്ററിൽ ഫിക്സഡ് പോയിന്റ് ഉണ്ട്. സോ ക്യാം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ക്യാമിന്റെ തൊട്ട് മേലെ ടച്ചിങ് ദ ക്യാം എന്താണ് ഒരു റോളർ ഡിസ്ക് ഉണ്ട്. ആ ഡിസ്കുമായി കണക്ട് ചെയ്തിട്ടൊരു റോഡ് ഉണ്ട്. സോ ക്യാം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താ? ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യും, അതിൻ്റെ കൂടെ കണക്ട് ചെയ്തിട്ട് ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യും. ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുക? ആ ഡിസ്കുമായി കണക്ട് ചെയ്തിട്ടുള്ള റോഡ് ദാറ്റ് സ്റ്റാർട്ട്സ് ഓസിലേറ്റിംഗ്. വൈപ്പർ ഓസിലേറ്റ് ചെയ്യുന്ന പോലെ ഓസിലേറ്റ് ചെയ്യും. ട്രാൻസ്ലേറ്റിംഗ് ക്യാം ട്രാൻസ്ലേറ്റിംഗ് ഫോളോവർ ഇപ്പം വേണ്ട, ജസ്റ്റ് ഞാൻ അതിൻ്റെ വീഡിയോ ആനിമേഷൻ കാണിച്ചു തരാം. യു വിൽ അണ്ടർസ്റ്റാൻഡ് ബെറ്റർ. ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാം ആണ് നിൽക്കട്ടെ. ഐ ജസ്റ്റ് ഷോ യു സം വീഡിയോസ് ആൻഡ്
we'll try to understand the working of a cam. വീഡിയോ കാണുന്നുണ്ടോ? സിംപ്ലി നിങ്ങൾ ഇതിന്റെ ക്ലാസിഫിക്കേഷൻ ഇപ്പം ഇതിന്റെ പേരധികം നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ഐ വിൽ സെൻഡ് യു ദ PPT as well as the notes. അതിലുള്ള വളരെ വെറൈറ്റി ഓഫ് രീതിയിൽ ക്യാംസിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇഫ് യു റെഫർ ഡിഫറെന്റ് ടെക്സ്റ്റ് ബുക്സ് പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻസ് കാണാം. പക്ഷെ അതിനൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്തിട്ട് നമുക്ക് പറ്റുന്ന കുറച്ച് ക്ലാസിഫിക്കേഷൻസ് മാത്രം എഴുതിയാൽ മതി. ഞാൻ തരുന്ന നോട്ടിൽ എന്താണുള്ളത് നിങ്ങൾ അത് മാത്രം റെപ്രസെന്റ് ചെയ്യണം. ഇഫ് ക്വസ്റ്റ്യൻ ഈസ് ആസ്ക്ഡ്, ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാംസ് എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് കുറവാണ്. ബട്ട് സ്റ്റിൽ ഇഫ് ഇറ്റ് കംസ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് റൈറ്റ്. സോ നോക്ക്, ആദ്യത്തത് കോൺവെക്സ് ക്യാം ആണ്. ആ റൊട്ടേറ്റ് ചെയ്യുന്ന ഡിസ്ക് കണ്ടോ? ആ റൊട്ടേറ്റ് ചെയ്യുന്ന ഡിസ്കിന്റെ ഇടയിൽ ചെറിയൊരു സ്ലിറ്റ് ഉണ്ട്. ആ സ്ലിറ്റിലാണ് മേലെ വൈപ്പർ പോലെ ആക്ട് ചെയ്യുന്ന ഫോളോവർ വെച്ചിട്ടുള്ളത്. സോ ആ ഡിസ്ക് ഈ റൊട്ടേറ്റ് ചെയ്യുന്ന കോൺവെക്സ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്ന അതിന്റെ രണ്ട് സൈഡിൽ വെച്ച് ഡിസ്കിലാണ്. അതാണ് ഷാഫ്റ്റ്. So when the camshaft rotates, the convex shape which is built up on the crankshaft also rotates. And the follower ആ edge, that pointed edge is coming within that slit. അതിൽ പ്രൊവൈഡ് ചെയ്ത സ്ലിറ്റിലാണുള്ളത്. So corresponding to the movement of the convex shape within the cam, the follower oscillates. Concave cam, ആ ഷേപ്പ് ചെറിയൊരു ഡിഫറൻസ് വന്നതേ ഉള്ളൂ. കോൺവെക്സ് ഷേപ്പ് ഉള്ളത് കോൺകേവ് ആയി. വീഡിയോ കാണുന്നുണ്ട് എല്ലാവരും? ഓക്കെ. സിലിണ്ടറിക്കൽ ക്യാം. സിലിണ്ടറിക്കൽ ക്യാമിൽ സംഭവിക്കുന്നത് നോക്കിയാട്ടെ. അഗെയിൻ ക്യാം മൗണ്ട് ചെയ്തിട്ടുള്ളത് ക്യാം ഷാഫ്റ്റിന്റെ വേലയാണ്. ആ റോഡ് അതാണ് ഷാഫ്റ്റ്. ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ക്യാം റൊട്ടേറ്റ് ചെയ്യും. സിലിണ്ടറിക്കൽ ഷേപ്പാണ് ഇവിടെ ക്യാമിനുള്ളത്, പ്യുവർ സിലിണ്ടറിക്കൽ ഷേപ്പ്. അതിനിടയിൽ ഒരു സ്ലിറ്റ് തന്നിട്ടുണ്ട്. ആ സ്ലിറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ കൂടെ ആ സ്ലിറ്റിലേക്ക് ഇറക്കി വെച്ചിട്ട് ഫോളോവറുള്ളത്. ഇവിടെ ഫോളോവറിന്റെ ആക്ഷൻ നോക്ക്, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അല്ല, നേരത്തെ വെർട്ടിക്കലായിട്ട് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നു. ഇവിടെ ഇപ്പൊ സംഭവിക്കുന്നത് എന്താ? ഹൊറിസോണ്ടലായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഒന്നും കൂടി നോക്കിക്കോ, കണ്ട? സ്ഫെറിക്കൽ ക്യാം, സ്ഫെറിക്കൽ ഷേപ്പിലാണ് ക്യാം ഉള്ളത്. ആൻഡ് യു ക്യാൻ സീ ദ ആക്ഷൻ ഓഫ് ദ ഫോളോവർ ഓൾസോ. ഫ്ലാറ്റ് ക്യാം, ആ താഴെ മൂവ് ചെയ്യുന്ന സാധനമാണ് ക്യാം. ഇതൊന്നും അത്ര ഭയങ്കര വെർലെസ് യൂസേജ് ഇല്ല. വെഡ്ജ് ക്യാം, ഇത് ക്യാമിന്റെ ക്ലാസിഫിക്കേഷൻ. താഴെയുള്ള ബ്ലോക്ക് കണ്ടോ? ആ ബ്ലോക്കിന്റെ ഷേപ്പ് ഒരു വെഡ്ജാണ്. അതുകൊണ്ടാണ് അതിന് വെഡ്ജ് ക്യാം പേര്. ആ വെഡ്ജ് ആണ് ഇവിടെ ക്യാം ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതിന്റെ മുകളിൽ മൗണ്ട് ചെയ്ത സാധനമാണ് ഫോളോവർ. സ്പൈറൽ ക്യാം, ആ ഗിയറിന്റെ ഷേപ്പിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സാധനമാണ് നിന്ന് ഇവിടെ ക്യാം ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതിന്റെ ഷേപ്പ് ആ ഒരു സ്പൈറൽ ആയിട്ടുള്ള ഷേപ്പ് ആയതുകൊണ്ടാണ് അതിന് സ്പൈറൽ ക്യാം എന്നുള്ള പേര് വരാൻ കാരണം. റേഡിയൽ ക്യാം, ഈ റേഡിയൽ ക്യാം ആണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് when we start our third module, cam follower mechanismത്തിന്റെ ന്യൂമറിക്കൽസിൽ കംപ്ലീറ്റ്ലി വിൽ ബി ഡിസ്കസിങ് ഓൺലി അബൌട്ട് റേഡിയൽ ക്യാംസ്. ദിസ് ഇസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ക്യാംസ് യൂസ്. ഞാൻ ആദ്യത്തെ PPTയിലെ ഫസ്റ്റ് സ്ലൈഡിൽ നിങ്ങൾക്ക് IC എഞ്ചിൻ കാണിച്ചപ്പോൾ അതിൽ കാണിച്ച ക്യാം എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ റേഡിയൽ ക്യാം. ഫോളോവറിന്റെ ആക്ഷൻ നോക്കുക, കണ്ടോ? ക്യാമിന്റെ നോസ് ടച്ച് ചെയ്യുന്ന സമയത്താണ് ഫോളോവർ മുകളിലേക്ക് പോകുന്നത്. ബാക്കി സമയത്ത് ഫോളോവർ താഴോട്ടേക്ക് വരുവാണ് ചെയ്യുന്നത്. ഓക്കെ, ടൈപ്സ് ഓഫ് ഫോളോവർ ആണ് കേട്ടോ.
ക്യാം ഫോളോവർ മെക്കാനിസം ക്ലിയർ ആണോ? ഐ മീൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാം മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ. ആ ക്യാമിന്റെ മാത്രം ചെറിയൊരു ക്ലാസിഫിക്കേഷൻ, റേഡിയൽ ഓർ ഡിസ്ക് ക്യാം, സിലിണ്ടറിക്കൽ ക്യാം. എന്താണെന്നുള്ളത് ജസ്റ്റ് ഒരു ഫിഗർ നോക്കാം. ഈ കാണുന്നതൊക്കെ റേഡിയൽ ക്യാം ആണ്. ആ റേഡിയൽ ക്യാമിന്റെ മേലെ മൗണ്ട് ചെയ്ത ഡിഫറെന്റ് ഷേപ്സ് ഓഫ് ഫോളോവർ ആണ് കാണിച്ചിട്ടുള്ളത്. ആ ഫോളോവറിന്റെ ഷേപ്പ് കണ്ട. ഇപ്പൊ ഫിഗർ എ നോക്കിയാൽ ഒരു പോയിന്റഡ് എഡ്ജ് ആണ്. ഫിഗർ ബി നോക്കിയാൽ ക്യാം എല്ലാത്തിലും ഒരേപോലെയാണ്. ഫിഗർ ബിയിൽ ഫോളോവറിന്റെ എഡ്ജിൽ എന്താ ചെറിയൊരു റോളർ വെച്ചിട്ടുണ്ട്. ഫിഗർ സിയിൽ എന്താ ഒരു ഫ്ലാറ്റ് സർഫസ് ആണ്. ഫിഗർ ഡിയിൽ ചെറിയൊരു സ്ഫെറിക്കൽ അല്ലെ സർക്കുലർ സർഫസ് ആണ് ഫോളോവറിനുള്ളത്. In radial cams, follower reciprocates or oscillates in a direction perpendicular to the cam axis. ക്യാമിന്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഫിഗർ എ ബി സി ഡി 4 ഫിഗർ നോക്കിയാലും ക്യാമിന്റെ സെന്ററിൽ ഒരു ഫിക്സഡ് പോയിന്റ് ഉണ്ടാവും. ആ ഫിക്സഡ് പോയിന്റ് നമ്മളിപ്പോ നോക്കുന്ന സർഫസ്, അതായത് ഈ സ്ക്രീനിന്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ആക്സിസ് ഉണ്ടെങ്കിൽ അതാണ് ക്യാമിന്റെ ആക്സിസ്. ആ ക്യാമിന്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എപ്പോഴും എന്ത് ചെയ്യുക? ഫോളോവർ മൂവ് ചെയ്യുക. Let it be reciprocating or oscillating, direction എപ്പോഴും ഉണ്ടായിരിക്കും ക്യാമിന്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. സിലിണ്ടറിക്കൽ ക്യാം, അത് നേരത്തെ നമ്മൾ ആ ഫിഗർ കണ്ടു, സോറി ആ ആനിമേഷൻ കണ്ടു. ഇവിടെ നോക്ക്, ഫോളോവറിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? പാരലൽ ടു ദ ക്യാം ആക്സിസ് ആണ്. നേരത്തെ ആ വീഡിയോ ഓർമ്മയില്ലേ? ആ വീഡിയോ ഒന്നുകൂടി കണ്ടെങ്കിൽ കാണാം, ആ മോഷൻ ഒന്ന് മനസ്സിലാക്കാൻ. സിലിണ്ടറിക്കൽ ക്യാം നോക്ക്. സിലിണ്ടറിക്കൽ ക്യാമിൽ ക്യാമിന്റെ ഫോളോവറിന്റെയും മോഷന്റെ ഫിഗർ. ക്യാം ഷാഫ്റ്റ് കാണുന്നില്ലേ നിങ്ങൾ? ക്യാം ഷാഫ്റ്റിന്റെ ആക്സിസും ഫോളോവറിന്റെ ആക്സിസ് നോക്കിയാൽ പാരലൽ അല്ല, പെർപെൻഡിക്കുലർ അല്ലല്ലോ. ഫോളോവർ മൂവ് ചെയ്യുന്ന പാരലൽ ആക്സിസ് അല്ല. മനസ്സിലാവുന്നുണ്ടോ? അതേസമയം നമ്മൾ റേഡിയൽ ക്യാമിന്റെ കേസിൽ വന്നാലോ? കണ്ട, റേഡിയൽ ക്യാമിൽ നോക്കിയാൽ ക്യാമിന്റെ ആക്സിസ് എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ടു ദ ഫോളോവർ ആക്സിസ് ആണ് അല്ലെ? ഫോളോവറും ക്യാമിന്റെ ആക്സിസ് രണ്ടും പെർപെൻഡിക്കുലർ ആണ്. എൻഡ് ക്യാമിന്റെ ആവശ്യമില്ല, അത് കുഴപ്പമില്ല. ഇത്രയും ക്ലിയർ ആണോ ക്യാമിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞത്? ഓക്കെ. നിങ്ങൾക്ക് ഏത് റെഫറൻസ് ടെക്സ്റ്റ് നോക്കാം, ഏത് റെഫറൻസ് ടെക്സ്റ്റിൽ തന്ന ക്ലാസിഫിക്കേഷൻ എഴുതിയാലും ശരിയാണ്. കാരണം വെറൈറ്റി ഓഫ് കേസസ് രീതിയിൽ ക്യാമിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ഇപ്പം നമ്മളിപ്പം സ്ഫെറിക്കൽ ക്യാം ഒരു സെപ്പറേറ്റ് ക്ലാസിഫിക്കേഷൻ ആയിട്ട് എടുക്കാം. നമ്മൾ ആദ്യം കണ്ട ആ ആനിമേഷനിൽ കണ്ട കോൺവെക്സ് സർഫസും കോൺകേവ് സർഫസും ഇല്ലേ, അതിനെ ഗ്ലോബോയിഡൽ ക്യാംസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ക്ലാസിഫിക്കേഷന്റെ പേര് ഗ്ലോബോയിഡൽ ക്യാംസ് എന്നാണ്. ഇനി സെപ്പറേറ്റ് ആയിട്ട് ഫോളോവറും ക്യാമും സെപ്പറേറ്റ് ആയിട്ട് വേറൊരു കണക്ഷനിൽ വരുന്നതിന് നമുക്ക് ഇപ്പോൾ കോൺജുഗേറ്റ് ക്യാംസ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സോ ഡിഫറെൻറ്റ് രീതിയിൽ ക്യാംസ് ആർ ക്ലാസിഫൈഡ്. നമ്മൾ നോക്കുന്ന റെഫറൻസ് ടെക്സ്റ്റിലൊക്കെ ചില വെറൈറ്റികൾ ഉണ്ടാവും. അതിൽ ബേസിക്കലി നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് റേഡിയൽ ക്യാം. റേഡിയൽ ക്യാം എന്ന് പറഞ്ഞാൽ എന്താ? ക്യാമിൻ്റെ ഷാഫ്റ്റും, മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുക, ക്യാമിൻ്റെ ഷാഫ്റ്റും ഫോളോവറിൻ്റെ ഡയറക്ഷനും രണ്ടും ആക്സിസ് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതേസമയം സിലിണ്ടറിക്കൽ ക്യാം, ഈ രണ്ട് ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സിലിണ്ടറിക്കൽ ക്യാമിൽ എന്താ സംഭവിക്കുന്നത്? ക്യാം ഷാഫ്റ്റിൻ്റെ ആക്സിസും ഫോളോവറിൻ്റെ ആക്സിസും പാരലൽ ആയിരിക്കും അല്ലേ? ഡയറക്ഷൻ ഓഫ് മൂവ്മെന്റ് ഓഫ് ഫോളോവർ പാരലൽ ആയിരിക്കും ക്യാം ഷാഫ്റ്റിന്റെ ആക്സിസിന്. ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? ഫോളോവർ നോക്കാം. സി, അത് ജസ്റ്റ് ദ മോഷൻ ജനറേറ്റഡ് ബൈ ദ ക്യാം ടേക്കപ്പ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഫോളോവർ അല്ലേ? നമ്മളെ എന്താ പറയുക, ഇപ്പൊ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിൽ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്ലൈഡറിലേക്ക് മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കുന്ന ഇന്റർമീഡിയറ്റ് എലമെന്റ് ആണ് കണക്റ്റിംഗ് റോഡ്. അതേ പർപ്പസ് ആണ് ഇവിടെ ഫോളോവറിനുള്ളത്. ക്യാം റൊട്ടേറ്റ് ചെയ്യുന്നു, ആ മോഷൻ ഏറ്റെടുക്കുന്നു, അതാണ് ഫോളോവർ ചെയ്തത്. ഫോളോവർ റെസിപ്രോക്കേറ്റിംഗ് ആവാം, ഓസിലേറ്റിംഗ് ആവാം, രണ്ട് രീതിയിലും ആവാം. ടൈപ്സ് ഓഫ് ഫോളോവർ മോഷൻ എന്നുള്ളത് നമുക്കിപ്പം വേണ്ട, അത് ഡിസ്കസ് ചെയ്യാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫോളോവേഴ്സ് നോക്കാം. നൈഫ് എഡ്ജ് ഫോളോവർ, റോളർ ഫോളോവർ, ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവർ, സ്ഫെറിക്കൽ ഫേസ്ഡ് ഫോളോവർ. ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫോളോവേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ ചോദിക്കാം. 4 മാർക്സ് അല്ലെങ്കിൽ 5 മാർക്സിൻ്റെ തിയറി ക്വസ്റ്റ്യൻ വരാം.
What are cam and followers? Explain different classification of followers. First classification according to the shape of the follower ആണ്. ഫോളോവറിൻ്റെ ഷേപ്പ്, നൈഫ് എഡ്ജ്, റോളർ ഫോളോവർ, ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവർ, സ്ഫെറിക്കൽ ഫോളോവർ. ഈ 4 രീതിയിലാണ് ഷേപ്പ്, ഫോളോവറിൻ്റെ ഷേപ്പിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നൈഫ് എഡ്ജ് ഫോളോവർ അതിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒരു റേഡിയൽ ക്യാമാണ്. റേഡിയൽ ക്യാമിനെ തന്നെ നമ്മൾ ഡിസ്ക് ക്യാം എന്നും വിളിക്കും. ആ റേഡിയൽ ക്യാമിന്റെ നടുവിൽ കാണിച്ചിട്ടുള്ളത് ക്യാം ഷാഫ്റ്റ് ആണ്. ആൻഡ് ഓൺ ടു ദ ക്യാം ദ ഫോളോവർ ഈസ് ഇൻ കോൺടാക്ട്. ആ ഫോളോവറിന്റെ ഷേപ്പ് കണ്ടോ? ആ ഫോളോവറിന്റെ അറ്റം കണ്ടോ? ടച്ച് ചെയ്യുന്ന അറ്റം കണ്ടോ? ഒരു ഷാർപ്പ് എഡ്ജ് അല്ലേ അവിടെ വരുന്നത്? മനസ്സിലാവുന്നുണ്ടോ? ആ ഷാർപ്പ് എഡ്ജുള്ള ഫോളോവറിന്റെ ക്ലാസിഫിക്കേഷനാണ് നൈഫ് എഡ്ജ് ഫോളോവർ. ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ഫോളോവറിലൊന്നാണ് നൈഫ് എഡ്ജ് ഫോളോവർ. സിമ്പിൾ ഇൻ കൺസ്ട്രക്ഷൻ ആണ്. ഏത് ടൈപ്പ് ഓഫ് ക്യാമിന്റെ കൂടി ഇതിന് യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ഇത് കൺസ്ട്രക്ഷൻ സിമ്പിൾ ആയതുകൊണ്ട് കാണാം. പക്ഷെ ഇതിലെ ഒരു മേജർ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ വിയർ ടിയർ ഉണ്ടല്ലോ, ഈ നൈഫ് എഡ്ജ് ആ ഷേപ്പ് അങ്ങനെ ആയതുകൊണ്ട് ഒരുപാട് വെയർ സംഭവിക്കും. അതായത് പ്രതലത്തിൽ ഇങ്ങനെ ക്രാക്ക് വരിക അല്ലെങ്കിൽ അങ്ങനത്തെ മെറ്റീരിയൽ ലോസ് സംഭവിക്കും നൈഫ് എഡ്ജ് ഫോളോവറിൽ. രണ്ടാമത്തെ റോളർ ഫോളോവർ. സി എഗെയിൻ വയലറ്റ് ഷേപ്പിൽ കാണിച്ചുള്ളത് ഡിസ്ക് അല്ലെങ്കിൽ റേഡിയൽ ക്യാമാണ്. ആ ക്യാമിന്റെ മേലെ ടച്ച് ചെയ്തിരിക്കുന്നതാണ് ഫോളോവർ. ബട്ട് ഇവിടെ ദ ഫോളോവർ എൻഡ് ഹാസ് എ ഡിഫറെന്റ് ഷേപ്പ്. ആ എൻഡിന് എന്ത് ഷേപ്പാണ്? ഒരു റോളർ ഷേപ്പാണ്. അതിൻ്റെ ഒരു അഡീഷണൽ റോളർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഫിറ്റ് ചെയ്യുമ്പോൾ ഒരു മേജർ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് വിയർ ക്യാൻ ബി കൺസിഡറബിളി റിഡ്യൂസ്ഡ് വെൻ കമ്പയർ ടു ദ നൈഫ് എഡ്ജ് ഫോളോവർ. മെറ്റീരിയൽ ലോസ് ഒരുപാട് വരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരു റോളിംഗ് മോഷനാണ്. മോഷൻ ഈസ് എന്താ പറയുക, ഒരു ഈ റോളിംഗ് ടൈപ്പ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ റോളിംഗ് ആണ് ബിറ്റ്വീൻ ക്യാം സർഫസ് ആൻഡ് ദ ഫോളോവർ സർഫസ്. ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മളിപ്പം എയർക്രാഫ്റ്റ് എഞ്ചിനെല്ലാം എടുത്ത് നോക്കിയാൽ അവിടെ കൂടുതൽ കാണാൻ പറ്റുന്നത് ദിസ് കൈൻഡ് ഓഫ് ഫോളോവർ ആണ് റാദർ ദാൻ എ നൈഫ് എഡ്ജ് ഫോളോവർ. മനസ്സിലാവുന്നുണ്ടോ? ഇതിനൊരു മേജർ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ആ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നമ്മളെ നോർമൽ ഓട്ടോമൊബൈൽ എഞ്ചിൻസ് എല്ലാം എടുത്ത് നോക്കിയാൽ, അതിൻ്റെ ഐസി എഞ്ചിൻസ് എല്ലാം എടുത്ത് നോക്കിയാൽ അവിടെ റോളർ ഫോളോവർ അല്ല നൈഫ് എഡ്ജ് ഫോളോവർ കുറച്ചും കൂടി കാണാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ ഈ സ്പേസ് ലിമിറ്റേഷൻസ് കാരണം, പിന്നെ ഈ റോളറിന്റെ പിന്നിന്റെ അടുത്തുള്ള സർട്ടൻ ഫെയിലിയേഴ്സ്, അങ്ങനത്തെ റീസൺസ് കാരണം റോളർ ഫോളോവറിനെ കാട്ടിയും ഈ നൈഫ് എഡ്ജ് ഫോളോവറാണ് ഓട്ടോമൊബൈൽ എഞ്ചിൻസിൽ പ്രിഫർ ചെയ്യുന്നത്. നൈഫ് എഡ്ജിന്റെ കൂടെ തന്നെ ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവർ നമുക്ക് ഓട്ടോമൊബൈൽ എഞ്ചിൻസിൽ കൂടുതൽ കാണാൻ പറ്റും. സി ഷേപ്പ് കണ്ട ക്യാമിനെ ടച്ച് ചെയ്യുന്ന ഫോളോവറിന്റെ സർഫസ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ഫേസ്ഡ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? സ്പേസ് ലിമിറ്റേഷൻ ഉള്ള ഭാഗത്ത് നമുക്ക് ഈ ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവർ നോക്കാം. ഇതിനെ നമ്മൾ മഷ്റൂം ഫോളോവർ എന്നും വിളിക്കും. ഫ്ലാറ്റ് ഫേസ്ഡ് ഓർ മഷ്റൂം ഫോളോവർ എന്നും പറയാം. നെക്സ്റ്റ് സ്ഫെറിക്കൽ ഫേസ്ഡ് ഫോളോവർ ആണ്. ക്യാമും ഫോളോവറും തമ്മിലുള്ള കോണ്ടാക്ട് സർഫസ്, ആ ഫോളോവറിന്റെ കോണ്ടാക്ട് സർഫസിന്റെ ഷേപ്പ് സ്ഫെറിക്കലാണ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫോളോവർ എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ദ പാത്ത് ഓഫ് മോഷൻ ഓഫ് ദ ഫോളോവർ. ഫോളോവറിന്റെ പാത്ത് ഉണ്ട്, റേഡിയലും ഓഫ്സെറ്റ് ഫോളോവർ. ഇതാണ് രണ്ട് ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. സി റേഡിയൽ ഫോളോവർ. When the motion of follower is along an axis passing through the center of the cam, it is known as radial follower. ഈ നമ്മൾ നേരത്തെ നോക്കിയ എല്ലാ ക്യാമിൻ്റെ ഫിഗറിലും നമുക്കൊരു കാര്യം കാണാൻ പറ്റും. ക്യാമിൻ്റെ സെൻറ്ററും ഫോളോവറിൻ്റെ ആക്സിസും ഒരേ പോയിന്റിൽ കൂടിയല്ലേ പാസ് ചെയ്യുന്നത്. ഒരു സിംഗിൾ വെർട്ടിക്കൽ ലൈനിൽ നിങ്ങൾ ഈ ഫിഗറിലൊക്കെ കാണുന്നുള്ളൂ അല്ലേ? ഇതാണ് റേഡിയൽ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ നോർമൽ നമ്മൾ സിംപ്ലി ഫോളോവർ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ ആദ്യം ഉദ്ദേശിക്കേണ്ടത് ഈ രീതിയിലുള്ള അറേഞ്ച്മെന്റ് ആണ്. ബട്ട് ഓഫ്സെറ്റ് ഫോളോവർ എന്ന് പറഞ്ഞാൽ സി ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ? സെന്റർ ഓഫ് ദ ക്യാമും ഫോളോവറിന്റെ ആക്സും തമ്മിൽ ഒരു ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട്. ഈ ഫിഗറും ഈ ഫിഗേഴ്സും തമ്മിൽ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്?
മനസ്സിലാവുന്നുണ്ടോ? അതായത് മോഷൻ ഓഫ് ദ ഫോളോവർ ഈസ് ആക്ച്വലി ആ ഫോളോവർ ആക്സിസ് അവേ ഫ്രം ദ ആക്സ് ഓഫ് ദ ക്യാമ്പ് സെന്റർ. ഇതിനാണ് ഓഫ്സെറ്റ് എന്ന് പറയാം. ഈ ഓഫ്സെറ്റ് ഫോളോവറും റേഡിയൽ ഫോളോവറും രണ്ടും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും റിലേറ്റ് ചെയ്ത് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. സോ ഈ അറേഞ്ച്മെന്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഓഫ്സെറ്റ് ഫോളോവർ എന്ന് പറഞ്ഞാൽ എന്താ, റേഡിയൽ ഫോളോവർ എന്ന് പറഞ്ഞാൽ എന്താണല്ലോ. തേർഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫോളോവർ എന്ന് പറഞ്ഞാൽ ഓൺ ദ ബേസിസ് ഓഫ് മോഷൻ ഓഫ് ഫോളോവർ ആണ്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദ ഷേപ്പ് ഓഫ് ഫോളോവർ ആണ് അല്ലേ. സി അക്കോർഡിംഗ് ടു ഷേപ്പ് ഓഫ് ഫോളോവർ, നൈഫ് എഡ്ജ്, റോളർ, ഫ്ലാറ്റ് ഫേസ്ഡ്, സ്ഫെറിക്കൽ. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയായിരുന്നു? പാത്ത് ഓഫ് മോഷൻ ഓഫ് ദ ഫോളോവർ. ആദ്യത്തത് ഷേപ്പ് ഓഫ് ഫോളോവർ, രണ്ടാമത്തത് പാത്ത് ഓഫ് ഫോളോവർ, മൂന്നാമത്തെ എന്താ പറയുന്നത്? മോഷൻ ഓഫ് ഫോളോവർ. ഈ മൂന്ന് ക്ലാസിഫിക്കേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ മോസ്റ്റ് പ്രോബ്ലി വരാം. മോഷൻ ഓഫ് ഫോളോവറിന്റെ ബേസിൽ രണ്ട് ക്ലാസിഫിക്കേഷൻ പറയുന്നത്, റെസിപ്രോക്കേറ്റിംഗ് ഓർ ട്രാൻസ്ലേറ്റിംഗ്, രണ്ടാമത്തെ ഓസിലേറ്റിംഗ് ഓർ റൊട്ടേറ്റിംഗ്. ഈ റെസിപ്രോക്കേറ്റിംഗ് ട്രാൻസ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മൾ നേരത്തെ ഈ ഫിഗറിൽ നോക്കിയ ഇതൊക്കെ എന്താണ്? റെസിപ്രോക്കേറ്റിംഗ് ഫോളോവേഴ്സ് ആണ് അല്ലേ. ക്യാം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മേലോട്ട് പോകും. ഓസിലേറ്റിംഗ് ഫോളോവർ ഏതാണ്? ഓസിലേറ്റിംഗ് ഫോളോവർ നമ്മൾ ആദ്യം കണ്ട ഒരു ആനിമേഷനിൽ വരുന്നതാണ് ഓസിലേറ്റിംഗ് ഫോളോവർ. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം ചില ഓസിലേറ്റിംഗ് ഫോളോവേഴ്സ് അത്ര കോമൺ അല്ല. ഇത്രയും പറഞ്ഞ് ക്ലിയർ ആണോ? സോ നമ്മൾ ക്യാം, വാട്ട് ഈസ് എ ക്യാം, ക്യാം എന്താന്നുള്ളത് പഠിച്ചു. ക്യാം എന്താന്ന് ഡെഫിനിഷൻ എന്താ? സിമ്പിൾ ഡെഫിനിഷൻ എന്താ? A simple mechanical device which is used to convert rotary motion to reciprocating അല്ലെങ്കിൽ oscillatory motion. നേരെ തിരിച്ചു ആവാം, റെസിപ്രോക്കേറ്റിംഗ് അല്ലെങ്കിൽ ഓസിലേറ്ററി മോഷൻ ടു റോട്ടറി ആവാം. അത് റെയർ കേസ് ആണ്. സോ ക്യാമിന്റെ കൂടെ എപ്പോഴും ദ മോഷൻ ടേക്കപ്പ് ചെയ്യുന്ന സാധനം എന്താണ്? ഫോളോവർ ആണ്. ഈ കോമ്പിനേഷനാണ് നമ്മൾ ക്യാം ഫോളോവർ മെക്കാനിസം എന്ന് പറയുന്നത്. ഒരു എന്താ പറയുക, വെരി കോമൺ ആപ്ലിക്കേഷൻ ഓഫ് ക്യാം ഫോളോവർ മെക്കാനിസം എവിടെയാണ്? IC എഞ്ചിന്റെ ഉള്ളിലാണ് അല്ലെ. IC എഞ്ചിനുള്ള എവിടെ? ഓപ്പറേഷൻ ഓഫ് ഇൻലെറ്റ് ആൻഡ് എക്സോസ്റ്റ് വാൾവ്സ്. അത് അക്കംപ്ലിഷ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ ദ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ എക്സിക്യൂഷൻ ഓഫ് ക്യാം ഫോളോവർ മെക്കാനിസം ആണ്. നമ്മൾ ആദ്യം ഫസ്റ്റ് മൊഡ്യൂൾ പഠിക്കുമ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക കൈനമാറ്റിക് ലിങ്ക്സും കൈനമാറ്റിക് പെയറും എടുക്കുമ്പോൾ ലോവർ പെയർ ഹയർ പെയർ ഒക്കെ പഠിച്ച ഓർമ്മയുണ്ടാവും. യെസ്, ക്യാം ആൻഡ് ഫോളോവർ മെക്കാനിസം ഹയർ പെയറിന്റെ എക്സാമ്പിൾ ആണ്. കാരണം എന്താ? ഇവിടെയുള്ള ഒരു പെയർ, ക്യാമും ഫോളോവറും തമ്മിൽ മേക്ക് ചെയ്യുന്ന പെയർ ഉണ്ടാക്കുന്ന കോണ്ടാക്ട് എങ്ങനെയാണ്? ലൈൻ കോണ്ടാക്ട് അല്ലെങ്കിൽ പോയിന്റ് കോണ്ടാക്ട് ആണല്ലേ. സോ ക്യാം ആൻഡ് ഫോളോവർ ഒരു ഹയർ പെയർ ആണ്. ടൈമായ നിങ്ങള്? ഓ 12:50 ആണ്. ഓക്കെ. ഇനിയുള്ളത് ക്യാമുമായി റിലേറ്റ് ചെയ്ത certain nomenclature. നോമൻക്ലേച്ചർ എന്ന് കുറച്ച് ഡെഫിനിഷൻസ് ഉണ്ട്. ഇതും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മുന്നേ ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇതൊന്നും പക്ഷേ എങ്കിൽ വലിയ മാർക്കായിരിക്കില്ല കേട്ടാ. ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, അത് ഏതെങ്കിലും ഒരു സബ് പാർട്ട് ആയിരിക്കും ക്വസ്റ്റ്യൻ്റെ. ഇപ്പം 5ാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 5ാമത്തെ ക്വസ്റ്റ്യൻ്റെ A പാർട്ട് 3 മാർക്ക്, B പാർട്ട് അത് ചിലപ്പോൾ ഒരു 7 മാർക്കിന് വേറെ ന്യൂമറിക്കൽ ആയിരിക്കാം. സോ അങ്ങനെ വരുന്ന ആ 3 മാർക്കിന്റെ ചെറിയ ക്വസ്റ്റ്യൻ ക്യാമുമായി റിലേറ്റ് ചെയ്ത് ഈ ക്യാം നോമൻക്ലേച്ചർ എന്ന് വരാം. ഇത് സിംപ്ലി ഡെഫിനിഷൻ ആണ്, ക്യാമുമായി റിലേറ്റ് ചെയ്ത് certain ടേംസ്. ഈ ഡെഫിനിഷൻസിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് പറഞ്ഞാൽ ക്യാമുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ നെക്സ്റ്റ് മൊഡ്യൂളിൽ ന്യൂമറിക്കൽസ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് ഈ ടെർമിനോളജീസിന്റെ സിഗ്നിഫിക്കൻസ് മനസ്സിലാകുന്നത്. എന്താണെന്നുള്ളത് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഈ കാണിച്ചിട്ടുള്ള ഫിഗർ എന്ന് പറഞ്ഞാൽ ക്യാം പ്രൊഫൈലാണ്. വാട്ട് ഈസ് എ ക്യാം പ്രൊഫൈൽ എന്നത് നമുക്ക് ന്യൂമറിക്കൽസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ മനസ്സിലാവുക. ഈ ക്യാം പ്രൊഫൈലുമായി റിലേറ്റ് ചെയ്ത കുറേ ടേംസ് ആണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ക്യാം ആൻഡ് ഫോളോവർ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ടു ഡ്രോ ദ ക്യാം പ്രൊഫൈലാണ്. ഈ ക്യാം പ്രൊഫൈൽ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എല്ലാ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസിലും എക്സാമിനേഷൻസിനും 10 മാർക്കിൻ്റെ ക്യാം പ്രൊഫൈൽ വരക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ വരും.
ഇത്രയും കാലമായിട്ട് ഉണ്ടായിരുന്നു, ഇനി അങ്ങോട്ടും ഉണ്ടാവും. അത്ര സിഗ്നിഫിക്കൻ്റ് ആണ് ക്യാം പ്രൊഫൈൽ വരക്കേണ്ട ന്യൂമറിക്കൽ. ആ ക്യാം പ്രൊഫൈലാണ് കാണിച്ചത്. ഇപ്പം നിങ്ങൾക്ക് ഈ ഫിഗർ കണ്ടാൽ പെട്ടെന്ന് ഒറ്റയടിക്കൊന്നും മനസ്സിലാവില്ല, കാരണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ക്യാം പ്രൊഫൈൽ എന്താണെന്ന് പറഞ്ഞാലേ തിരിയും. അത് നമുക്ക് ഈ ഡെഫിനിഷൻസിന് ശേഷം പോവാം. ഓക്കെ, ക്യാം പ്രൊഫൈൽ വരക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ന്യൂമറിക്കലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ദ ടൈം ബീങ് ഇതിൽ മനസ്സിലാക്കേണ്ടത്, ഇതിലൊരു ക്യാം ഉണ്ട്, ഒരു ഫോളോവർ ഉണ്ട്. ഓക്കെ, ബേസ് സർക്കിൾ എന്നതിൽ അടയാളപ്പെടുത്തിയിട്ട് കണ്ടോ? ആ ഫിഗറിൽ ബേസ് സർക്കിൾ ഒന്ന് ലൊക്കേറ്റ് ചെയ്ത് നോക്കിയാൽ കാണുന്നുണ്ടോ? ബേസ് സർക്കിൾ, ബേസ് സർക്കിൾ കാണുന്നുണ്ടോ? ബേസ് സർക്കിൾ നിങ്ങൾ തൽക്കാലം ക്യാം ആയിട്ട് എടുക്കുക, ക്യാമിന്റെ സർക്കിൾ ആയിട്ട്. അതിന്റെ മേലെ ടച്ച് ചെയ്യുന്ന ചെറിയൊരു റോളർ കണ്ട, ആ റോളറും മേലോട്ടൊരു റോഡും ഉണ്ട്. ഇതാണ് ഫോളോവർ. സോ ബേസിക്കലി ഇവിടെ കാണിച്ചിട്ടുള്ളത് ഒരു ഡിസ്ക് അല്ലെങ്കിൽ റേഡിയൽ ക്യാം, അതിന്റെ മേലെ ഒരു റോളർ ഫോളോവർ. റോളർ ഫോളോവർ എവിടെയോ പഠിച്ച ക്ലാസിഫിക്കേഷൻ ഓഫ് ഫോളോവേഴ്സിൽ അക്കോർഡിംഗ് ടു ദ ഷേപ്പ് ഓഫ് ദ ഫോളോവറിൽ പഠിച്ച ഒരു ക്ലാസിഫിക്കേഷനാണ് റോളർ ഫോളോവർ. സോ ഒരു ക്യാം പ്രൊഫൈൽ വരയ്ക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ when we study the mechanism in detail, the circle drawn to represent the cam, that is known as base circle. See, base circle, the circle with the shortest radius from the cam center to any part of the cam profile. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഷോർട്ടസ്റ്റ് റേഡിയസിൽ വരയ്ക്കുന്ന പ്രൈമറി സർക്കിൾ which is used to represent the cam itself is known as the base circle. Trace point, അടുത്തത് ആ ഫിഗറിൽ ട്രേസ് പോയിന്റ് ലൊക്കേറ്റ് ചെയ്യും. ട്രേസ് പോയിന്റ് കാണുന്നുണ്ടോ? ട്രേസ് പോയിന്റ് ആക്ച്വലി എന്താ? ബേസ് സർക്കിളിൽ നിന്ന് ആ റോളർ സർക്കിളിന്റെ സെന്ററിലേക്ക് എത്താനുള്ള ഡിസ്റ്റൻസ്, അല്ലെ ആ റോളർ സർക്കിളിന്റെ സെന്ററിലൂട്ട് പോകുന്ന ആ സർക്കിളിനാണ് നമ്മൾ ട്രേസ് സർക്കിൾ എന്ന് പറയുന്നത്. ആ പോയിന്റിനാണ് ഇവരുടെ ട്രേസ് പോയിന്റ് എന്ന് കാണിച്ചത്, അല്ലേ? സോ ബേസിക്കലി വാട്ട് വിൽ ബി ട്രേസ് പോയിന്റ്? ട്രേസ് പോയിന്റ് വിൽ ബി ദ സം ഓഫ് ടു ഡിസ്റ്റൻസസ്. എന്തായിരിക്കും? ബേസ് സർക്കിളിന്റെ റേഡിയസ് പ്ലസ് റോളറിന്റെ റേഡിയസ്, അല്ലേ? സെന്റർ ഓഫ് ദ ക്യാമിൽ നേരെ മേലേക്ക് ബേസ് സർക്കിളിന്റെ റേഡിയസ് പ്ലസ് റോളർ ഫോളോവറിലെ ആ റോളറിന്റെ റേഡിയസും കൂടി എടുത്താൽ കിട്ടുന്ന പോയിന്റ് ആണ് എന്ത്? ട്രേസ് പോയിന്റ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇനി ഇത് റോളർ ഫോളോവർ ആയതുകൊണ്ടാണ്. നൈഫ് എഡ്ജ് ഫോളോവർ ആണെങ്കിൽ ഇങ്ങനെ ഒരു ട്രേസ് പോയിന്റ് ഉണ്ടാവില്ല. കാരണം നൈഫ് എഡ്ജിന്റെ ഷേപ്പ് എന്താ? ഒരു കൂർത്ത ഷാർപ്പ് എഡ്ജാണ്, അല്ലെ? ഒരു പോയിന്റഡ് നോച്ചാണ്. Trace point, it is a point on the follower and its motion describes the movement of the follower. ഫോളോവർ എങ്ങനെ മൂവ് ചെയ്യും എന്നതാണ് ഈ ട്രേസ് പോയിന്റിന്റെ മൂവ്മെന്റ് കാണിച്ചു തരുന്നതെന്ന് പറയുന്നത്. അതെന്താണെന്ന് എക്സാക്ട്ലി നമുക്ക് ക്യാം പ്രൊഫൈൽ വരക്കുന്ന സമയത്ത് ക്ലിയർ ആവും. ഫോർ ദ ടൈം ബീങ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഡെഫിനിഷൻസ് പഠിക്കണം. ഈ ഡെഫിനിഷൻസ് ഡെഫിനറ്റ്ലി ചോദിക്കും. സോ അത് മനസ്സിലാക്കി പഠിക്കണം. ഈ ഫിഗറും ഡെഫിനിഷനും വരച്ചിട്ടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. Pitch curve, the path generated by the trace point as the follower is rotated about a stationary cam. സ്റ്റേഷനറി ക്യാം ഫോളോവർ റൊട്ടേറ്റഡ് എന്നുള്ളത് നിങ്ങൾ ഇപ്പം നോക്കണ്ട. പിച്ച് കർവ് എന്താന്നുള്ളത് ആദ്യം പിച്ച് കർവ് നിങ്ങൾ ലൊക്കേറ്റ് ചെയ്യും. പിച്ച് കർവ് ലൊക്കേറ്റ് ചെയ്തോ? കാണുന്നുണ്ടോ? ഒരു ഷേപ്പ്ലെസ് ആയിട്ടുള്ള ഒരു കർവ് കാണുന്നുണ്ടോ? ഡോട്ടഡ് ആയിട്ട്. അതാണ് പിച്ച് കർവ്. പിച്ച് കർവ് ഇത്രയും മനസ്സിലാക്കും. പിച്ച് കർവ് ഈ ട്രേസ് പോയിന്റിന്റെ ലോക്കസ് ആണ്. ട്രേസ് പോയിന്റ് പല പല സ്ഥലത്ത് നമുക്ക് കിട്ടി. ആ പോയിന്റ്സ് എല്ലാം കൂടി ജോയിൻ ചെയ്ത് കിട്ടുന്ന സാധനമാണ് പിച്ച് കർവ് എന്ന് പറയുന്നത്. എന്താണ് പറഞ്ഞതിന്റെ ഇന്നർ മീനിങ് എന്ന് പറഞ്ഞാല്, നമ്മൾ ഇത്രയും സമയം ആനിമേഷൻസ് ഒക്കെ കണ്ടപ്പോൾ ക്യാം ആണ് റൊട്ടേറ്റ് ചെയ്യുന്ന സാധനം, അല്ലേ? ഫോളോവറോ അത് റെസിപ്രോക്കേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് എപ്പോഴും, അല്ലേ? മേലോട്ട് താഴോട്ട് മേലോട്ടാണ്. നമ്മൾ ആ റേഡിയൽ ക്യാമിന്റെ ഫിഗർ മാത്രം ആലോചിക്കുക, ആ ആനിമേഷൻ മാത്രം, അല്ലേ? സോ റൊട്ടേറ്റിംഗ് ബോഡി എന്താണ്? ക്യാം ആണ്. ഫോളോവർ എന്താ? ട്രാൻസ്ലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റെസിപ്രോക്കേറ്റ് ചെയ്യുക, ലീനിയർ ആയിട്ട് ചെയ്യുക. ബട്ട് നമ്മൾ ക്യാം പ്രൊഫൈൽ വരക്കുമ്പോൾ ഒരു ക്യാമിന്റെ പ്രൊഫൈൽ എങ്ങനെയാണ് വരുന്നത്, ഷേപ്പ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വരക്കുന്ന ഫിഗറിനാണ് ക്യാം പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഈ ക്യാം പ്രൊഫൈൽ വരക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? കൺസെപ്റ്റ്, തിയററ്റിക്കൽ കൺസെപ്റ്റ് അതാ,
റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാമിനെ വി മേക്ക് ഇറ്റ് സ്റ്റേഷനറി. ഒരു മോഷനും ക്യാമിന് ഉണ്ടാവില്ല. എന്നിട്ട് എന്ത് ചെയ്യും? റെസിപ്രൊക്കേറ്റ് ചെയ്യേണ്ട ഫോളോവറിനെ എടുത്തിട്ട് ക്യാമിന്റെ പുറത്തുകൂടെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യും. സോ നേരെ ഒരു ട്വിസ്റ്റ്, ഒരു ഇൻവേർഷൻ ആണ് ആക്ച്വലി ബേസിക്കലി വാട്ട്സ് ഹാപ്പനിങ് ഹിയർ. വി ആർ ഫിക്സിംഗ് ദ ക്യാം സോ ദാറ്റ് ക്യാം ഡസൻറ്റ് മേക്ക് എനി മൂവ്മെന്റ്. എന്നിട്ട് എന്ത് ചെയ്യും? റൊട്ടേഷൻ എന്ന മോഷൻ നമ്മൾ എന്തിനു കൊടുക്കും? ഫോളോവറിന് കൊടുക്കും. ഫോളോവറിന് എടുത്ത് ക്യാമിന്റെ പുറത്തുകൂടെ റൊട്ടേറ്റ് ചെയ്യും. അതൊരു കൺസെപ്റ്റാണ്, തിയറട്ടിക്കൽ കൺസെപ്റ്റാണ്. എന്തിനാണ് ഇത്? ദിസ് ഈസ് ഓൺലി യൂസ്ഡ് ഫോർ ഡ്രോയിങ് അല്ലെങ്കിൽ ജനറേറ്റിംഗ് എ ക്യാം പ്രൊഫൈൽ. അങ്ങനെ ക്യാം പ്രൊഫൈൽ ജനറേറ്റ് ചെയ്യുമ്പം പിച്ച് കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാത്ത് ജനറേറ്റഡ് ബൈ ദ ട്രേസ് പോയിന്റ് ആസ് ദ ഫോളോവർ ഈസ് റൊട്ടേറ്റഡ് അബൌട്ട് എ സ്റ്റേഷനറി ക്യാം. ക്യാമിനെ ഫിക്സ് ചെയ്ത് അതിൻ്റെ പുറത്തൂടെ ഫോളോവർ റൊട്ടേറ്റ് ചെയ്യുന്നു എന്നുള്ള പ്യുവർ തിയറട്ടിക്കൽ കൺസെപ്റ്റ് എടുത്താൽ കിട്ടുന്ന ട്രേസ് പോയിന്റുകൾ ജോയിൻ ചെയ്ത് കിട്ടുന്ന കർവിനെയാണ് നമ്മൾ പിച്ച് കർവ് എന്ന് പറയുന്നത്. What is prime circle? The smallest circle from the cam center through the pitch curve. Prime circle എന്താന്നുള്ളത്, പ്രൈം സർക്കിൾ ആദ്യം ലൊക്കേറ്റ് ചെയ്ത് നിങ്ങൾ പ്രൈം സർക്കിൾ കാണുന്നുണ്ടോ? The smallest circle from the cam center through the pitch curve. പിച്ച് കർവിന്റെ ഏറ്റവും താഴെ കൂടെ പോകുന്ന സാധനത്തിന്, ആ ഷേപ്പ്ലെസ് ആയിട്ടുള്ള കർവിനാണ് എന്ത് പ്രൈം സർക്കിൾ എന്ന് പറയുന്നത് അല്ലേ? അതായത് പിച്ച് കർവ് എങ്ങനെയാണോ അതിന് പാരലായിട്ടായിരിക്കും, അല്ലെങ്കിൽ ആ കർവിന് പാരലായിട്ട് പോകുന്ന നെക്സ്റ്റ് ഷേപ്പ്ലെസ് കർവ്. ആ ഓരോ റോളറിന്റെ സർക്കിളും കണ്ട ആ ചെറിയ ചെറിയ സർക്കിളിന്റെ അടിയിൽ കൂടെ പോകുന്ന ഷേപ്പ്ലെസ് കർവ് ഉണ്ട്, അതാണ് പ്രൈം സർക്കിൾ. നെക്സ്റ്റ് പ്രഷർ ആംഗിൾ നോക്ക്. ഫൈ എന്നുള്ള സിമ്പിൾ കൊണ്ടാണ് പ്രഷർ ആംഗിൾ ഡിനോട്ട് ചെയ്തത്. ദ ആംഗിൾ ബിറ്റ്വീൻ ഡയറക്ഷൻ ഓഫ് ഫോളോവർ മൂവ്മെന്റ് ആൻഡ് ദ നോർമൽ ടു ദ പിച്ച് കർവ്. ആംഗിൾ ബിറ്റ്വീൻ ഡയറക്ഷൻ ഓഫ് ഫോളോവർ മൂവ്മെന്റ് ആൻഡ് ദ നോർമൽ ടു ദ പിച്ച് കർവ്. പിച്ച് കർവ് ആദ്യം നോക്കുക. പിച്ച് കർവിലേക്ക് വരച്ച നോർമൽ, ആ ഡോട്ടഡ് ലൈൻ, ആ ഡോട്ടഡ് ലൈനും ഫോളോവറിന്റെ മൂവ്മെന്റിന്റെ ആംഗിളും. തൽക്കാലം നിങ്ങൾ ഈ ഡെഫിനേഷൻ പഠിച്ചു നോക്കുക പ്രഷർ ആംഗിളിന്റെ. കാരണം എന്താണ് പ്രഷർ ആംഗിൾ എന്നുള്ളത് ഒരു ക്യാം പ്രൊഫൈൽ വരച്ചിട്ട് നമുക്കൊരു പ്രഷർ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാം. ആ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സാക്ട് മനസ്സിലാവും എന്താണ് പ്രഷർ ആംഗിൾ എന്നുള്ളത്, ആ രണ്ട് ലൈൻ സെഗ്മെന്റ്സ് എവിടെ നിന്ന് വരുന്നു എന്നുള്ളത്. നിങ്ങൾ ഇത് മനസ്സിലാക്കുക. അതായത് യു അണ്ടർസ്റ്റാൻഡ് പ്രഷർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എൻ ആംഗിൾ കമ്മിങ് ബിറ്റ്വീൻ ടു ഇമാജിനറി ലൈൻസ്. രണ്ട് ഇമാജിനറി ലൈൻസ് ആണ്. ഏതൊക്കെയാണത്? ഒന്ന്, പിച്ച് കർവിനെ നോർമലായിട്ട് വരക്കുന്നത്. രണ്ടാമത്തത് ഫോളോവറിന്റെ മൂവ്മെന്റ് കാണിക്കുന്ന ഡയറക്ഷൻ, ആ ലൈൻ സെഗ്മെന്റ്. സോ ഫോളോവറിന്റെ മൂവ്മെന്റിന്റെ ഡയറക്ഷൻ കാണിക്കുന്ന ലൈൻ സെഗ്മെന്റും പിച്ച് കർവിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരക്കുന്ന ലൈൻ സെഗ്മെന്റ്, ഇവർ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെ പ്രഷർ ആംഗിൾ എന്ന് പറയുന്നത്. പ്രഷർ ആംഗിൾ ഒരു ക്യാം ഫോളോവർ മെക്കാനിസത്തിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. കാരണം പ്രഷർ ആംഗിളിന്റെ വേരിയേഷൻ ക്യാം ഫോളോവർ മെക്കാനിസത്തിന്റെ വർക്കിങ്ങിനെ വളരെയധികം എഫക്റ്റ് ചെയ്യും. If pressure angle is increased, if pressure angle is reduced, that will directly affect the motion or the mechanism within cam and follower connection. Clear? Sir. Now, pitch point. What is pitch point? The point corresponds to the point of maximum pressure angle. എവിടെയാണോ പ്രഷർ ആംഗിൾ മാക്സിമം വരുന്നത് അവിടെ ഈ രണ്ട് ഇന്റർസെക്ഷൻ ലൈൻസും തമ്മിൽ ഉണ്ടാക്കുന്ന പോയിന്റാണ് പിച്ച് പോയിന്റ്. പിച്ച് കർവിന്റെ മേലെ വരുന്ന ഒരു പോയിന്റും കൂടിയാണ് പിച്ച് പോയിന്റ്. മാക്സിമം പ്രഷർ ആംഗിളിനെ ഡിനോട്ട് ചെയ്യുന്ന, കറസ്പോണ്ട് ചെയ്യുന്ന പിച്ച് കർവിൽ വരുന്ന പോയിന്റിനെയാണ് പിച്ച് പോയിന്റ് എന്ന് പറയുന്നത്. ക്ലിയർ? പിച്ച് സർക്കിൾ സ്ട്രോക്ക് അത് അത്രയും സിഗ്നിഫിക്കൻ്റ് അല്ല, ബട്ട് സ്റ്റിൽ pitch circle. A circle drawn from the cam center and passes through the pitch point is called pitch circle. Cam centerൽ നിന്ന് pitch സർക്കിളിലേക്ക് passes through the pitch point. ഇതിനാണ് pitch circle. Pitch circle ലൊക്കേറ്റ് ചെയ്ത എല്ലാവരും? ഓക്കെ, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല അത്. സ്ട്രോക്ക് ഉണ്ട്. ഗ്രേറ്റസ്റ്റ് ഡിസ്റ്റൻസ് ഓർ ആംഗിൾ ത്രൂ ഇസ് ദ ഫോളോവർ മൂവ്സ് ഓർ റൊട്ടേറ്റ്സ്. സ്ട്രോക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സ്ട്രോക്ക് എന്ന് പറഞ്ഞ ടേം ക്യാം ഫോളോവർ അതിൻ്റെ ക്യാം പ്രൊഫൈൽ വരക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ടാവും സ്ട്രോക്ക്.
ആ മേലെ കാണിച്ചിട്ടുള്ള ഒരു ഏറോ ഉണ്ടോ, മേലോട്ടും താഴോട്ടുള്ള ഡാർക്ക് ഏറോ, അത് തന്നെയാണ് ബേസിക്കലി സ്ട്രോക്ക്. അതായത് എത്ര ഹയസ്റ്റ് ഡിസ്റ്റൻസ് വരെ ഫോളോവറിന് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യാം. ഫോളോവർ സഞ്ചരിക്കുന്ന ലെങ്ത് ഉണ്ടല്ലോ, മാക്സിമം ലെങ്ത്, അതിനാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. സോ ആ സ്ട്രോക്കിനെ നമുക്ക് ഒന്നുകിൽ ഫോളോവർ സഞ്ചരിക്കുന്ന മാക്സിമം ഡിസ്റ്റൻസ്, കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണ് എന്ന രീതിയിലും പറയാം, ആസ് വെൽ ആസ് വേറൊരു രീതിയിലും പറയാം. ഈ ഫോളോവർ മുകളിലേക്കും താഴേക്കും വരണ്ടെങ്കിൽ ക്യാം റൊട്ടേറ്റ് ചെയ്യണം അല്ലേ. സോ ഫോളോവർ ഡിസ്റ്റൻസ് കവർ ചെയ്യണമെങ്കിൽ ക്യാം അത്രയും തന്നെ ആംഗുലാർ ഡിസ്റ്റൻസും കവർ ചെയ്യണം. സോ സ്ട്രോക്കിന് നമുക്ക് ക്യാം റൊട്ടേറ്റ് ചെയ്യുന്ന സർട്ടൻ ആംഗിൾ എന്നും പറയാം, അല്ലെങ്കിൽ ഫോളോവർ മൂവ് ചെയ്യുന്ന സർട്ടൻ ഡിസ്റ്റൻസ് എന്നും പറയാം. രണ്ട് രീതിയിലും സ്ട്രോക്കിനെ പറയാം. ക്ലിയർ ആണോ? ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി ഫോളോ ചെയ്യുന്ന സ്ട്രോക്ക് ബേസിക് ആയിട്ട് മനസ്സിലാവുന്നത്. ഒരു കാര്യം ചെയ്യാം, എല്ലാവരും പ്രസന്റ് ആണെന്ന് തോന്നുന്നല്ലേ? 32. ആരോ ഒരാൾ ആബ്സെന്റ് ആണല്ലോ, ഞാനും കൂടി ഉൾപ്പെടല്ലേ 32? നോക്കാം. അദ്വൈത് വന്നിട്ടുണ്ടോ? അദ്വൈതയൊക്കെ വച്ചില്ല. അജയ് കൃഷ്ണ, അഖിൽ കെ. ആര്? നികേത ആബ്സെന്റാ? ഓക്കെ, നികേതല്ലേ, നികേത് മോഹനൻ. ഓ നേരത്തെ ഉണ്ടായിരുന്നോ? നേരത്തെ ഉണ്ടായില്ലല്ലോ. നേരത്തെ ഉണ്ടായിരുന്നോ? ഇല്ല. ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പോൾ താങ്ക് യു. എടാ ഞാൻ അതേപോലെ ഐ ഹാവ് അപ്ലോഡ് ഞാൻ ഒരു അസൈൻമെൻറ്റ് 1 എന്ന രീതിയിൽ ഞാൻ അസൈൻമെൻറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഡൗൺലോഡ് ചെയ്തിട്ട് അയക്കണേ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ജസ്റ്റ് നിങ്ങളൊന്ന് റെഫറൻസ് ടെക്സ്റ്റ് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തന്ന അസൈൻമെൻ്റ് ആണ്. ഓക്കെ, താങ്ക് യു സർ. Good afternoon. Good afternoon, miss. Okay, അപ്പോൾ നമ്മളെ കുറച്ച് എന്താ ജോയിലെ? ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞ. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ഫങ്ഷൻസ് ഒക്കെ പഠിച്ചു അല്ലേ? അറേസ് പഠിച്ചു, ഫങ്ഷൻസ് പഠിച്ചു, ഇൻലൈൻ ഫങ്ഷൻ പറഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ബാക്കിയുള്ളവർക്കോ? +2 ബയോ? ഓക്കെ, അപ്പോൾ ഇന്നിനി ചെറിയൊരു കാര്യം പഠിക്കാൻ പോവാണ്, റിക്കേർഷൻ. ഓക്കെ, ഇതെന്താ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ആക്കിയിട്ടില്ലല്ലോ?